കുട്ടികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് അവർക്ക് അനുയോജ്യമായ കോഴ്സുകൾ നമ്മൾ എടുപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ഏറ്റവും മികച്ച പ്രൊഫഷണൽസ് ആക്കാം, അല്ലെങ്കിൽ ഏറ്റവും നല്ല ജോലി കിട്ടുന്ന തലത്തിലേക്ക് അവരെ ഉയർത്താൻ കഴിയും. ഈ അഭിരുചി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഇൻ്റലിജൻസ് ആണ്. സാധാരണ IQ മാത്രമല്ല, നമുക്ക് ശാസ്ത്രീയമായിട്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ്, അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഡോക്ടർ ഹൊവാർഡ് ഗാർഡനറുടെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്ലോബലി നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു ശാസ്ത്രീയ രീതിയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ്. അത് ഹൈസ്കൂൾ മുതലേ തന്നെ കുട്ടികൾക്ക് ചെയ്യാം. ഇന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ചില വശങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഡോക്ടർ ഹൊവാർഡ് ഗാർഡനർ 9 തരം ഇൻ്റലിജൻസിനെയാണ് കണ്ടെത്തിയത്. അത് ഈ അടുത്ത കാലത്താണ് ഇത്രമാത്രം ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് പൊതുവെ എഡ്യൂക്കേഷണലിസ്റ്റൊക്കെ അവർക്ക് ആ അറിവ് കിട്ടിയത്. അതിനു മുമ്പ് IQ എന്നുള്ള ഒറ്റ ലെവലായിരുന്നു. IQ മാത്രമല്ല, കുട്ടികൾക്ക് ഒരുപാട് തരം ഇൻ്റലിജൻസ് ഉണ്ടെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ് നടത്തുന്നത്. ഇത് വളരെ ശാസ്ത്രീയമാണ്. ഇതിൽ ഒരു മികച്ച ശാസ്ത്രീയമായി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസാണ്. ഇത് മികച്ച ഒരു സൈക്കോമെട്രിക് ടൂളാണ്, സൈക്കോമെട്രിക് ടെസ്റ്റാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ 9 തരം അഭിരുചികൾ, 9 തരം ഇൻ്റലിജൻസ് നമുക്ക് കൃത്യമായിട്ട് അവരുടെ സ്കോർ മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് അവരുടെ കോഴ്സ് നിശ്ചയിക്കാം. കുട്ടികൾ മാത്സ് വിഷയങ്ങൾ പഠിക്കണോ, അതോ ബയോളജി സ്ട്രീം എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. അവരുടെ 8, 9, 10 തന്നെ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ് ചെയ്താൽ. ഇനി +1, +2 പഠിക്കുന്നവർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഏതൊക്കെ കോഴ്സ്, ഒരു പക്ഷേ എൻട്രൻസ് കിട്ടിയില്ലെങ്കിലും ഏതൊക്കെ കോഴ്സിന് പോകാം. ഇനി ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് ഏത് എൻട്രൻസ് ആയിരിക്കും ഏറ്റവും മികച്ചതെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ്. അത് 9 ഇൻ്റലിജൻസ് ആണ്. 9 പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് ആണ്. മാത്രമല്ല ഈ കുട്ടിയുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ ടോട്ടൽ എൻഗേജ്മെൻറ്റ്സിൻ്റെ സ്കോർ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. എല്ലാ ഇൻ്റലിജൻസും പ്രധാനപ്പെട്ടതാണെങ്കിലും അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. ലാംഗ്വേജ് ആണ് പ്രധാനം. അവർക്ക് ഒരു കുട്ടിക്ക് വൊക്കാബുലറി, അവരുടെ റൈറ്റിംഗ് സ്കില്ല്, അവരുടെ റീഡിങ് സ്കില്ല്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് സ്കില്ല്, അവരുടെ ഗ്രാസ്പ് സ്കില്ല്. മാത്രമല്ല ഈ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് കൂടുതൽ ഡോമിനൻ്റ് ആയ കുട്ടികൾക്ക് ഏത് ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ, ചില കുട്ടികളൊക്കെ പഠില്ലേ, ഫ്രഞ്ച്, കൊറിയനൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ചൈനീസ് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇന്ന് ചില ഫോറിൻ ലാംഗ്വേജ് കൂടി പഠിച്ചുകൊണ്ട് വിദേശത്ത് പോകാനായിട്ട് നേരത്തെ തന്നെ അവരുടെ സ്പേസ് ഫിക്സ് ചെയ്യുന്ന കുട്ടികൾ ധാരാളം പേര് ഇന്നുണ്ട്. ഇവർക്കൊക്കെ തന്നെ ലിംഗ്വിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് അധികമായിരിക്കും. ലാംഗ്വേജ് ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്. അവർക്ക് വളരെ വേഗം ലാംഗ്വേജ് വഴങ്ങും. മാത്രമല്ല ഇത് ഏത് കോഴ്സ് എടുക്കുന്നതിനും ഇത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അടുത്തതായി ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ്. ഡോക്ടർ ഹൊവാർഡ് ഗാർഡനർ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഒരുമിച്ചാണ് പറഞ്ഞേക്കുന്നത്. ലോജിക്കൽ മീൻസ് അവർക്ക് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ശരിക്കും കാണും. ഇത് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി. നമുക്കറിയാം അൽഗോരിതം അതുപോലെ തന്നെ അരിത്മെറ്റിക്സ് ഒക്കെ വളരെ എളുപ്പമായിരിക്കും ഇവർക്ക്. ഇവരെല്ലാം നല്ല എൻജിനീയേഴ്സ് ആകാൻ പറ്റുന്ന കുട്ടികളാണ്. പക്ഷേ അത് ഏതാണോ എന്നുള്ളത് അവരുടെ ഇൻട്രസ്റ്റ് കൂടെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് വളരെയധികം കാണും. അതുപോലെ ഇത് ഉള്ളവർക്ക് കാര്യങ്ങൾ വളരെ അനലിറ്റിക്കലായിട്ട് പിന്നെ അവർക്ക് സമീപിക്കാനും നിർദ്ധാരണം ചെയ്യാനുള്ള കഴിവും ഇവർക്ക് കൂടുതലാണ്. അപ്പം ഇവരെ നമുക്ക് എൻജിനീയറിങ്, BCA, അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെയുള്ള എല്ലാം ലോജിക്കലായിട്ട് ആവശ്യമായിട്ടുള്ള ഏത് കരിയറിലോട്ടും നമുക്ക് ഇവരെ പോകാനായിട്ട് പറയാം. അടുത്തത് നാച്ചുറാലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. പ്രകൃതി, ജീവജാലങ്ങൾ, മനുഷ്യൻ്റെ ശരീരം, മെഡിസിൻ, അതുപോലെ നമ്മുടെ ഫിസിയോളജി, ഹ്യൂമൻ ഫിസിയോളജി, അനാറ്റമി, പിന്നെ സഹജീവികൾ, വന്യമൃഗങ്ങൾ, നേച്ചർ, കാലാവസ്ഥ, ഇതൊക്കെ വളരെയധികം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമുക്കറിയാം, പാരൻസായ നമുക്കറിയാം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് വളരെ ഡോമിനൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്കോർ നമുക്ക് അറിയാം എത്രമാത്രം ഉണ്ടെന്നുള്ളത്. 80 ഉണ്ടോ, 90 ഉണ്ടോ, 70 ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ, ഇത്രയും ഡോമിനൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക്
തീർച്ചയായിട്ടും നമ്മൾ സാധാരണ മെഡിക്കൽ എൻട്രൻസിന് ധൈര്യമായിട്ട് വിടാം. അതുപോലെ തന്നെ പാരാമെഡിക്കലിന് വിടാം. അതുപോലെ തന്നെ പാരാമെഡിക്കലും മെഡിക്കലും അല്ലാത്ത ഒരു വലിയ ഒരു ഏരിയ തന്നെയുണ്ട്. അപ്ലൈഡ് ബയോ സയൻസ്, ജെനറ്റിക്സ്, DNA സയൻസ്, പിന്നെ വൈറോളജി, അങ്ങനെ ഒരുപാട് കോഴ്സിന് ഇവർക്ക് ധൈര്യമായിട്ട് അയക്കാം. പക്ഷേ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഉണ്ടോ എന്നുള്ള ഈ അഭിരുചി ഉണ്ടെങ്കിൽ മാത്രമേ അവരതിൽ ഷൈൻ ചെയ്യും. അടുത്തത് ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ സ്മാർട്ട്നെസ് പ്രകടമാകുന്നത് അവൻ്റെ ഇൻ്റർപേഴ്സണൽ സ്കില്ലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഇൻ്റലിജൻസ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസാണ്. അത് ഒരു സദസ്സിൽ സംസാരിക്കാനായിട്ട് ഭയമില്ലാതെ സംസാരിക്കാൻ അവർക്ക് കഴിയും. സ്റ്റേജ് ഫിയർ ഒട്ടും കാണത്തില്ല. പിന്നെ കൂട്ടുകാരുമായി ഒരു ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു സ്റ്റേജിലൊക്കെ അവർ നിർഭയമായിട്ട് പെട്ടെന്ന് കുട്ടികളുമായിട്ടൊക്കെ ഇടപെടാൻ കഴിയുന്ന കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? അവർക്ക് ഒരു പുതിയ അധ്യാപകൻ വന്നാൽ പെട്ടെന്ന് അവർ പരിചയപ്പെടും. അപ്പോൾ ഇൻ്റർപേഴ്സണൽ സ്കില്ല് വളരെ പ്രധാനമാണ്. ഇവർ ഡിബേറ്റ്, ഡിസ്കഷൻസ്, സെമിനാർ ഒക്കെ നന്നായിട്ട് ഇവർ പിന്നെ ഷൈൻ ചെയ്യും. അവർ ഇപ്പോഴത്തെ ബിരുദ കോഴ്സുകൾക്കൊക്കെ തന്നെ പ്രോജക്ട്സ് അവതരിപ്പിക്കണം. അപ്പോൾ പ്രോജക്ട്സ് ഒക്കെ അവതരിപ്പിക്കാൻ അവർ ബഹുമിടുക്കരായിരിക്കും. തീർച്ചയായിട്ടും ഇൻ്റർപേഴ്സണൽ സ്കില്ല് മിക്കവാറുമുള്ള മറ്റ് ഇൻ്റലിജൻസിനോടൊപ്പം തന്നെ ഡോമിനൻ്റ് ആണെങ്കിൽ അവരെ വളരെ മികവുറ്റ കുട്ടികളായി മാറും എന്നുള്ളത് ഉറപ്പാണ്. അടുത്ത ഇൻ്റലിജൻസ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ഒരു വ്യക്തി അവനെ തന്നെ അല്ലെങ്കിൽ അവളെ തന്നെ അസസ്മെൻ്റ് നടത്താൻ കഴിവുള്ള ആൾക്കാരായിട്ട് മാറും. ചിലർ സ്വയം ചിന്തിക്കും, ഞാൻ എത്രമാത്രം നന്നായിട്ടുണ്ട്, ഞാൻ എത്രമാത്രം കണക്കിന് പിന്നെ എക്സ്പെർട്ടാണ്, ഞാൻ എത്രമാത്രം ഇംഗ്ലീഷിൽ എക്സ്പെർട്ടാണ്, ഞാൻ ഏതിനൊക്കെയാണ് മോശം എന്നുള്ള സ്വയം വിലയിരുത്താനുള്ള കപ്പാസിറ്റി ഇവർക്ക് വളരെയധികം കാണും. ഇതൊരു ഇൻ്റലിജൻസാണ്, സ്വയം ചിന്തിക്കുക. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു പ്രത്യേകത കണ്ടെത്തിയത് ഹൊവാർഡ് ഗാർഡനർ തന്നെ പറഞ്ഞത്, പലപ്പോഴും പാരൻസ് പറയുന്നത് അവർ അത്ര മുഖവിലേക്ക് എടുക്കണമെന്നില്ല, എനിക്ക് ഈ വഴിയുണ്ട്. അവരുടെ സ്വന്തം പിന്നെ സാമ്രാജ്യത്തിൽ, സ്വന്തം സ്കില്ലിൽ അവർ പലപ്പോഴും ഒരു കൊട്ടാരം തന്നെ പണിയാൻ കഴിയുന്നവരാണ് ഈ ഇൻ്റലിജൻസ് ഉള്ള മിടുക്കരായ കുട്ടികൾ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആണ്. നമുക്കറിയാം കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഇവർക്ക് കൂടുതലും എപ്പോഴും അടങ്ങിയിരിക്കാത്ത കുട്ടികളെന്ന് സാധാരണ പാരൻസ് പറയാറുണ്ട്. ഒരു സമയം അടങ്ങിയിരിക്കില്ല. കുട്ടി നാളിൽ പ്രൈമറി, LKG, UKG കാലത്തെ പറയാം, ഒട്ടും അടങ്ങിയിരിക്കില്ല, അവൾ ഒട്ടും അടങ്ങിയിരിക്കില്ല എന്ന് പറയും. ഇതൊരു ഇൻ്റലിജൻസ് ആയിട്ടാണ് ഡോക്ടർ ഹൊവാർഡ് ഗാർഡനർ എന്നുള്ള ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കണ്ടെത്തിയത്. അപ്പം ഇതൊരു സ്കില്ലാണ്. അടങ്ങിയിരിക്കാത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്ടിവേറ്റ് ആയിരിക്കും. അവർ കുറച്ച് സ്കൂൾ ലെവലിലും +2 ലെവലിലും ഡിഗ്രി ലെവലിലൊക്കെ എത്തുമ്പോൾ അവർ ലാബിൽ, ലൈബ്രറിയിലൊക്കെ തന്നെ അവർ ആക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ ഇവർ സ്പോർട്സ് ഒരു പക്ഷേ അതിൽ കളിച്ചില്ലെങ്കിൽ പോലും അത് കളി കാണാനും ആ കളി ഒബ്സർവ് ചെയ്യാനൊക്കെ ഭയങ്കര പിന്നീട് കഴിവുള്ളവരായിരിക്കും. അപ്പം ഇത് ഇങ്ങനെയുള്ള എപ്പോഴും അവർക്ക് കായികമായിട്ടും കൂടെ ആക്ടിവേറ്റ് ചെയ്യുന്ന കരിയറിലേക്ക് പോകാൻ കഴിയും. എഞ്ചിനീയറിങ് കരിയറിന് ആവശ്യമാണത്. അതുപോലെ തന്നെ പോളിടെക്നിക്ക്, അങ്ങനെ ഒരുപാട് നമ്മളെ കായികമായിട്ടും കൂടെ മനസ്സും ശരീരവും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് ജോലികളിൽ ഇവർ ഒട്ടും വിരസതയില്ലാതെ ഇവർ ആക്റ്റീവായിട്ട് ജോലി ചെയ്യും. അടുത്തതായി നമ്മൾ പറയുന്നത് സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ്. പുതിയ സ്റ്റൈലുകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവർക്ക് ഇൻറ്റീരിയർ ഡിസൈൻ, അവർക്ക് സ്പേഷ്യൽ ഡിസൈൻ, മൊത്തത്തിൽ അവർക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണ കാണും. ഇതിൻ്റെ പരസ്യങ്ങൾ അവർ ശ്രദ്ധിക്കും. മാത്രമല്ല ഒരു സ്ഥലത്ത് നിന്നാൽ ഗാർഡൻ, ലാൻഡ്സ്കേപ്പ്, ഇതെല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് വഴങ്ങുന്നതാണ്. അപ്പോൾ ഈ ഡിസൈൻ ഇൻ്റലിജൻസ് ഉള്ളവർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ലോജിക്കൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ ആർക്കിടെക്ചറിന് പോകാം. അതുപോലെ തന്നെ BDCന് ഒരുപാട് കോഴ്സുകളുണ്ട്. ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് അറിയുന്നത് നല്ലതാണ്. മാത്രമല്ല അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്കൊരു ഡിസൈൻ കീപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് ഡോക്ടർ ഹൊവാർഡ് ഗാർഡനർ പറയുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ്. ചില കുട്ടികളൊക്കെ ഈ പാട്ട് സൗണ്ട് കുറച്ച് കേട്ടുകൊണ്ടിരുന്ന് പഠിക്കും. അത് ഒരു മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ്. മാത്രമല്ല ഇവർ ഈ മ്യൂസിക്കൽ നോട്ട്സ്, റിഥം ഒക്കെ അവർക്ക് വളരെ പെട്ടെന്ന് വഴങ്ങും. ചിലപ്പം ചില കുട്ടികൾ പാടും, ചിലർ പാട്ട് ആസ്വദിക്കും. മാത്രമല്ല ഇവർക്ക് നല്ല അനലിറ്റിക് സ്കില്ലാണ്. ഇവർ നല്ല പെർഫോം ചെയ്യും. അവരുടെ ഒരു പ്രസംഗം പോലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പെർഫോം ചെയ്യാൻ അവർക്കുള്ള കഴിവുണ്ട്. അപ്പം മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് മാത്രമല്ല, അവർ അതുമായിട്ട് പെരിഫറലായിട്ട് കുറേ ഏരിയകൾ അവർ കവർ ചെയ്യുന്നുണ്ട്. അതും ഒരു പേഴ്സണാലിറ്റിക്ക് ഒരു നല്ലതാണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. എത്ര മാത്രം ഉണ്ടെന്ന് നോക്കാം. ഒരു പക്ഷേ അത് കുറവാണെങ്കിൽ പോലും ഒരു കുട്ടി മോശമാവത്തില്ല. കാരണം 9 ഇൻ്റലിജൻസിൽ ഏതെങ്കിലുമൊക്കെ ഡോമിനൻ്റ് ഇൻ്റലിജൻസ് മിക്കവാറും 90% കുട്ടികൾക്കും കാണും. അപ്പം മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഒരു പ്രധാനപ്പെട്ട ഇൻ്റലിജൻസാണ്, ഒരു അഭിരുചിയാണ്.
ഡോക്ടർ ഹൊവാർഡ് ഗാർഡനർ ഏറ്റവും അവസാനം കണ്ടെത്തിയ ഇൻ്റലിജൻസ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഒരു ഐറ്റമാണ്. ഇത് കുറേ നാളെടുത്ത് ഇദ്ദേഹം ഇത് കണ്ടെത്താനായിട്ട്. കാരണം ചില കുട്ടികൾ എന്ത് മാറ്റർ കണ്ടാലും മനസ്സിലാക്കിയാലും അതിൻ്റെ ഡീപ്പ് റൂട്ടിൽ പോകും. ഹൗ, വൈ, വാട്ട്, വെൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരു റിസർച്ച് മെൻറ്റാലിറ്റിയാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് അവർക്ക് ഒരു PhD ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്പർ 1 തീസിസ് ആയിരിക്കും. ഒരു യൂണിവേഴ്സിറ്റി തീസിസ് നമ്പർ 1 ആയിരിക്കും. അത് ഒരുപാട് പേര് തലമുറകളോളം വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തീസിസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല എക്സ്പ്ലോറേറ്റീവ് ഐഡിയാസ് കാണും. കാരണം എന്തുമാത്രം ഒരു മാറ്ററിനെ കുറിച്ച് എത്രമാത്രം അന്വേഷിക്കാമോ അത്രമാത്രം അന്വേഷിക്കും. ഇവരെല്ലാം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു റിസർച്ചിനൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമ്പർ 1 റിസർച്ചായിട്ട് അത് മാറും. ഒരു പക്ഷേ റിസർച്ചിന് പോയില്ലെങ്കിൽ പോലും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ ഇന്നുണ്ട്. BSMS ഉണ്ട്. അതുപോലെ തന്നെ ഐസറിൽ ഒക്കെ ഐസറിൽ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവർക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ ഈ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ഒരു പ്രധാനപ്പെട്ട ഒരു ആപ്റ്റിറ്റ്യൂഡാണ്. അങ്ങനെ 9 തരം ആപ്റ്റിറ്റ്യൂഡിന് അഭിരുചികൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ് വഴി IQ മാത്രമല്ല, അവർക്കുള്ള ഇമോഷണൽ കോഷ്യൻ്റ്, ക്രിയേറ്റീവ് കോഷ്യൻ്റ്, സ്പിരിച്വൽ കോഷ്യൻ്റ്, അഡിക്റ്റീവ് കോഷ്യൻ്റ്, ഇങ്ങനെയുള്ള ഈ കോഷ്യൻസ് എല്ലാം തന്നെ നമുക്ക് അറിയാൻ കഴിയും. അതാണ് പറഞ്ഞത്, ഒരു ഓൾ ഓവർ ഒരു കുട്ടിയുടെ ടോട്ടൽ ഫ്യൂച്ചർ നമുക്ക് ഏകദേശം അസസ് ചെയ്യാൻ കഴിയുന്ന ഒരു ലോകോത്തര ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇത് കേട്ട പലർക്കും തോന്നുന്ന ഒരു കാര്യം, സ്വന്തം നമ്മുടെ കുട്ടികൾക്ക് ഇത് ജെനുവിനായിട്ടുള്ള ഹൊവാർഡ് ഗാർഡനറുടെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ബേസിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എവിടെ അവൈലബിൾ ആകുമെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. അത് തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്ത് കരിയർ മാസ്റ്റർ എന്നുള്ള സ്ഥാപനം ഇത് നടത്തുന്നുണ്ട്. ഇത് ജെനുവിനായിട്ട് നടത്തുന്നുണ്ട്. റീസണബിൾ റേറ്റിൽ ഇത് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ 46 പേജ് ദീർഘമായ റിപ്പോർട്ട്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞുള്ള IQ, EQ, CQ, AQ, SQ ഇത് മുഴുവനും റിപ്പോർട്ടിൽ ഉണ്ടാവും. നമ്മളെ കുട്ടി എവിടെ എത്തുമെന്നുള്ളത് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ കഴിയും. ലോകത്ത് ഇരിക്കുന്ന ഏത് മലയാളികൾക്കും അല്ലാത്തവർക്ക് തന്നെ ഓൺലൈനായിട്ട് ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ സൗകര്യമൊരുക്കുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ വിശദ വിവരങ്ങൾ അവർക്ക് റിപ്പോർട്ടിന് പുറമേ ഞങ്ങൾ വിശദ വിവരങ്ങൾ അവരുമായിട്ട് ഞങ്ങൾ വോയിസ് മെസ്സേജായിട്ടും അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസ് ആയിട്ടും ഞങ്ങൾ സർവീസ് ചെയ്യുന്നുണ്ട്. ദീപകോപി എപ്പിസോഡ് കാണുന്നവർ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് കരിയർ മാസ്റ്റർ എന്നുള്ള ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇപ്പം മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ കുട്ടികളുടെ ഇൻ്റലിജൻസ് അഥവാ അഭിരുചി നിർണയം നടത്തി കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടപ്പെട്ട ഡോമിനൻ്റ് ഇൻ്റലിജൻസ് അനുസരിച്ചുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്താൽ അവർ ജീവിതത്തിൽ എക്സൽ ചെയ്യും, കരിയറിൽ എക്സൽ ചെയ്യും.